പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ നാമത്തില് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ നല്ല പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു വചനം ധ്യാനിച്ച് ദൈവപാദപീഠത്തിൽ വീണ്ടും നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വാക്യം നമ്മൾ വായിച്ച് പ്രാർത്ഥനയോടെ ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. രോഗങ്ങളെ സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ട്. ഭൂമിയിൽ അവതരിച്ച യേശു ഒത്തിരി അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ നൽകി കൊടുക്കുവാനായിട്ട് ഇടയായി. ഇന്നും പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ജനത്തിന് ഒത്തിരി സൗഖ്യങ്ങളെ കർത്താവ് നൽകുന്നു. അതിനെല്ലാം നമുക്കിടയിൽ ഒത്തിരി സാക്ഷികളുണ്ട്. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നാം കാണുന്നത്, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ, ദൈവം പറയാണ്, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. ഞാൻ, ദൈവം പറയാണ് ഞാൻ. എന്നോട് മനസ്സിലാക്കിയാൽ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിന് മുൻപേ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട് ജനത്തെ. ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിന് ശേഷവും ജനത്തെ സൗഖ്യമാക്കി. തന്റെ ശുശ്രൂഷകളില് തന്റെ ദൗത്യം നിർവഹിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്തു. യേശു ചെയ്തതുപോലെ യേശുവിൽ വിശ്വസിച്ച ശുശ്രൂഷകന്മാര്, ദൈവമക്കള്, ദൈവിക സൗഖ്യം ജനത്തിന് വരാൻ തക്കവണ്ണമുള്ള ശുശ്രൂഷകള് ചെയ്തു. ഒത്തിരി പേര് സൗഖ്യമാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ഉടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന അപ്പോസ്തലന്മാർ. ഞാൻ എന്ന ദൈവം പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിനു മാറ്റമില്ല, അനന്യനാണ്. എന്നും എന്നേക്കും ഒരുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ആകയാൽ ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുത സൗഖ്യങ്ങൾ കർത്താവ് നൽകാൻ ഇടയാകട്ടെ. ദൈവത്തോട് പറയാം, രോഗത്തെ സൗഖ്യമാക്കാം. എന്റെ മക്കൾ ആരോഗ്യമുള്ളവരായി തീരണം. എന്റെ ജീവിതം ദൈവത്തിന് ആരോഗ്യത്തോടെ മഹത്വപ്പെടുത്താനായിട്ട് എന്നെ സഹായിക്കണം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. മാറ്റമില്ലാത്ത അനന്യനായ ദൈവം, ഇന്നും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നാളുകളായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയുന്നു, അവരുടെ സൗഖ്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ സൗഖ്യമായതിന്റെ റിസൾട്ടുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്നിട്ട് ഒരുമിച്ച് നിങ്ങൾ
ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരും നിങ്ങളും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സുദിനം നിങ്ങളുടെ മുൻപിൽ വരുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കാര്യം, നിങ്ങൾ സേവിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സൗഖ്യമാക്കുന്ന യഹോവയായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. അനേകർക്ക് ഈ സൗഖ്യമാക്കുന്ന ദൈവത്തെ പരിചയപ്പെടുവാൻ തക്കവണ്ണമുള്ള ദൈവാത്ഭുതമായി നിന്റെ മക്കൾ മാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്ക് ഈ ദിവസങ്ങൾ സൗഖ്യം കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരട്ടെ. പിന്മാറ്റത്തിലിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവ അത്ഭുതങ്ങൾ ഉണ്ടായി അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന കാലമായി മാറട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ജനം യേശുവിന്റെ അത്ഭുത സാക്ഷിയായി തീരുവാൻ ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. ഈ പുതിയ ദിവസം രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത കൈവച്ച് അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തി വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അവിടുത്തെ വചനം അരുളി ചെയ്യുന്നത് പോലെ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാകയാൽ സ്തോത്രമാകയാൽ അങ്ങയുടെ ആമേൻ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അങ്ങക്ക് പ്രസാദമുള്ളത് ചെയ്ത് അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ എല്ലാവരെയും സഹായിക്കും. അത്ഭുതങ്ങൾക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സൗഖ്യമാക്കുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത്ഭുതങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.